നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ജൂലൈ മാസം 14-ാം തീയതി 1199-ാം ആണ്ട് മിഥുന മാസം 30-ാം തീയതി ഞായറാഴ്ചയാണ്. സൂര്യൻ്റെ ദിവസമാണ്. വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ് ഞായറാഴ്ച. അവധി ദിവസവും കൂടിയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കുടുംബസമേതം ചെലവഴിക്കുകയും ബന്ധുമിത്രാദികളുമായിട്ട് കൂടുതൽ സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസവും കൂടിയാണ് ഞായറാഴ്ച. ഇപ്പോൾ ഞായറാഴ്ച വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല ദിവസമാണ്. ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം പൊതുവേ നെഗറ്റീവായിട്ടുള്ള നക്ഷത്രമല്ല. അതുകൊണ്ട് ഇന്നത്തെ നാളും ദോഷപ്രദമായ നക്ഷത്രമല്ല. അപ്പോൾ നമുക്ക് വലിയ പേടിക്കേണ്ട ഒരു ദിവസമല്ല ഇന്ന് എന്നറിയുക. ചിത്ര നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, നമ്മൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ, വാർഷിക ഫലം. അപ്പോൾ നിങ്ങളുടെ ഒരു വർഷം എങ്ങനെയായിരിക്കും അത് ബർത്ത്ഡേ ദിവസത്തെ ആസ്പദമാക്കിയാണ് ജ്യോതിഷികൾ നോക്കും. അതിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുമുണ്ട്. അത് പ്രാവർത്തികമായി വന്നിട്ടുള്ളതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ചിത്ര നക്ഷത്രമായിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. വളരെ സന്തോഷപ്രദമായ അവസ്ഥയായിരിക്കും. കാരണം സൂര്യൻ എപ്പോഴും പ്രകാശമരുളുന്ന ഗ്രഹമാണ്. പ്രകാശം മറ്റൊന്നും എടുക്കുന്നില്ല, സ്വയം പ്രകാശിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വളരെ ഭാഗ്യദായകമാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാവും. അതേപോലെ ജോലിയില്ലാത്തവരും അതുപോലെ ഒക്കെ നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കും. പുത്തത്തി പറഞ്ഞ ഒരു സന്തോഷപ്രദമായ വർഷം തന്നെയായിരിക്കും നിങ്ങൾക്കെന്നുള്ളതിന് സംശയം വേണ്ട. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഈ സന്തോഷം ഒരു വർഷവും പ്രദാനം ചെയ്യാനായി സൂര്യഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. രാവിലെ എണീച്ച് ഇഷ്ടദേവതയായി സങ്കല്പം ചെയ്തുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. അത് ഏത് ദേവതയായിട്ട് സങ്കല്പം ചെയ്തും സൂര്യനെ പ്രാർത്ഥിക്കാം. അതുപോലെ ശിവക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ അമ്പലത്തിൽ പോവുകയും പറ്റുന്ന ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യഭഗവാന് നമ്മൾ നാളും പേരും വെച്ച അർച്ചന, സൂര്യൻ്റെ ദോഷം മാറാൻ വേണ്ടി ശിവപ്രീതിക്കായിട്ട് ശിവക്ഷേത്രത്തിൽ അർച്ചനയ്ക്ക് കൊടുക്കണം. മൃത്യുഞ്ജയ ഹോമോ, ജലധാര, അർച്ചന ഇവയൊക്കെ നടത്തിപ്പോണം. അപ്പോൾ സന്തോഷം ഇരട്ടിക്കും. തടസ്സം മാറി കുറച്ചുകൂടി പെട്ടെന്ന് പുരോഗതി വന്നു ചേരും. അതുപോലെ തന്നെ ഇന്ന് ദിവസം ഓരോ കാര്യത്തിന് യാത്ര തിരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് യാത്ര തിരിക്കണം. കാരണം യാത്രയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതാണ് രാവുകാലം. നമ്മളിന്ന് വൈകുന്നേര സമയത്ത് ബന്ധുമിത്രാദികളുടെ വീട്ടിലോ വല്ല ഫംഗ്ഷനോ മറ്റെന്തെങ്കിലും വ്യാധിയിലോ ഒക്കെ പോവുകയാണെങ്കിൽ രാവുകാലം നോക്കി പോകുന്നത് നന്നായിരിക്കും. നമ്മൾ രാവുകാലം നോക്കാറുണ്ട്. കലണ്ടറൊക്കെ വീട്ടിൽ കാണും. കലണ്ടർ നോക്കിയിട്ട് രാവുകാല സമയം അതിൽ 4:36 എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കോമൺ ആയിട്ട്. അത് നോക്കിയിട്ട് ആളുകൾ യാത്ര തിരിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഇന്ന് ശരിക്കും രാവുകാല സമയം വരുന്നത് 5:12 തൊട്ട് 6:46 വരെയാണ് രാവുകാല സമയം. ഒന്നീ 5:12 മുമ്പ് നിങ്ങൾ യാത്ര തിരിക്കണം, അല്ലെങ്കിൽ 6:46 കഴിഞ്ഞതിന് ശേഷം യാത്ര തിരിക്കണം. അല്ല 6 മണി കഴിഞ്ഞ ഉടനെ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ കറക്റ്റ് രാവുകാല സമയത്തായിരിക്കും പോകുന്ന സമയം. പോകുന്നത് അത്ര കണ്ട് നമ്മൾ എന്തിനാണോ പോകുന്നത് അതത്ര കണ്ട് സന്തോഷപ്രദമാവില്ല. പലതരത്തിൽ നമ്മളെ ചുറ്റിക്കും, നമുക്ക് വിഷമാവസ്ഥകൾ ഉണ്ടാക്കും. അതുപോലെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നതും 12:05 തൊട്ട് 12:53 വരെ വരുന്ന സമയമാണ്. അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. പക്ഷെ നമുക്ക് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്: യമകണ്ഠകാലവും ഗുളികകാലവും. ഇത് പ്രകൃതിയിൽ തന്നെ നെഗറ്റീവായിട്ട് വരുന്ന അവരുടെ ബന്ധം, അവർ ഉണരുന്ന സമയം, അവർ
അവർക്ക് അനുവദനീയമായ സമയം. ഈ സമയത്ത് നമ്മൾ ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതിൽ ഗുളികകാല സമയം പറഞ്ഞത് 12:38 തൊട്ട് ഇപ്പോൾ 12 മണിയല്ല 3:38 തൊട്ട് 5:12 വരെയും. യമകണ്ഠകാല സമയം വരുന്നത് 12:30 തൊട്ട് 2:04 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക. കാരണം അത് നെഗറ്റീവായ സമയമാണ്. ആ സമയത്ത് നമ്മൾ കൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ചെയ്താൽ യമകണ്ഠനും ഗുളികനുമായിട്ട് നമ്മളെ ഇട്ട് ചുറ്റിച്ച് നമ്മളെ കാര്യങ്ങളൊന്നും സക്സസ് ആവാതെ വരും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് നല്ല ദിവസമാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ഇതൊന്നും നോക്കാതെ കൊണ്ടുവന്ന് ആ സമയത്ത് കൈവയ്ക്കുകയാണെങ്കിൽ എത്ര നല്ലതായാലും അന്ന് നെഗറ്റീവായിട്ട് മാറും ആ ഫലങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് പോകണം. കാരണം എത്ര നല്ല റോഡെന്ന് പറഞ്ഞാലും അവിടെ റോഡ് ബ്ലോക്ക് വരികയാണെങ്കിൽ നമ്മൾ ബ്ലോക്കിൽ ചവിട്ടണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അന്നത്തെ യാത്രയിൽ നമുക്ക് ബ്ലോക്കായിട്ടുള്ള 2 സമയങ്ങളാണ് ഈ 2 സമയവും. ഇന്നത്തെ ദിവസം നമുക്ക് വസ്ത്രധാരണം നടത്തുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ഓരോ ദിവസവും നമുക്ക് പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് അന്നത്തെ ദിവസത്തിന് വിരുദ്ധമായി വസ്ത്രധാരണം ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പോസിറ്റീവ് എനർജിക്ക് പകരം നെഗറ്റീവ് എനർജി പ്രദാനം ചെയ്യും. ആ നെഗറ്റീവ് എനർജി വരുന്ന സമയമാണ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് എനർജി കൂട്ടാൻ വേണ്ടിയിട്ടാണ് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണേ. ഇന്ന് സൂര്യൻ്റെ ദിവസമായതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് റെഡ് മിക്സ് ആയിട്ടുള്ള കളറുകൾ ധരിക്കാം. താമരപ്പൂവിൻ്റെ കളറ് ഇടാം. റോസ് കളറ് നമുക്ക് ധരിക്കാം. ഇതൊക്കെ നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുതരാനും നമുക്ക് വളരെ ശോഭിക്കാനും സഹായിക്കും. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് ഇറങ്ങാം. ജോലിക്കൊക്കെ പോകുന്ന ദിവസമാണെങ്കിൽ മാത്രമേ യൂണിഫോമിലൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടായി വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.